ഹലോ, ഇംഗ്ലീഷിൽ ബിരുദധാരിയാണോ? ഇംഗ്ലീഷിൽ PG കഴിഞ്ഞതാണോ? ഒപ്പം B.Edും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് HSTക്ക് പ്രിപ്പയർ ചെയ്തുകൂടാ? ഒരു ഹൈസ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവാനുള്ള യോഗ്യത UG അല്ലെങ്കിൽ PG വിത്ത് B.Ed, അതേപോലെ അതിനോടൊപ്പം തന്നെ KTET കാറ്റഗറി 3 അഥവാ സെറ്റ്, നെറ്റ് അല്ലെങ്കിൽ M.Ed ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്യാറാവാം HST ഇംഗ്ലീഷിന് വേണ്ടി. ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും. ഒരു വിഷമവും വേണ്ട, നിങ്ങളെ സഹായിക്കാൻ എയ്സ് കൂടെയുണ്ട്. എയ്സിലെ ക്ലാസ്സുകൾ അടുത്ത് തന്നെ ആരംഭിക്കും. എന്നാണ് എന്ന് പറയാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൻ്റെ സിലബസിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പാർട്ട് A എന്ന് പറയുന്നത്. 2 പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഒരു 1.5 മണിക്കൂർ പരീക്ഷയിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതെല്ലാം MCQs ആയിരിക്കും. അതിൽ നെഗറ്റീവ് മാർക്കുണ്ട് എന്നതുകൂടെ മനസ്സിൽ വെക്കേണ്ടതാണ്. പാർട്ട് A എന്ന് പറയുന്നതിൽ 3 മൊഡ്യൂളാണ്. ആ 3 കൂടെ കവർ ചെയ്യുക. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, അതുപോലെ ജനറൽ നോളജ്, GK ആൻഡ് കറണ്ട് അഫെയേഴ്സ്, പിന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. പാർട്ട് B എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ UG മുന്നേ കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ PG കഴിഞ്ഞവരായിരിക്കാം. ആരാണെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈസി ആയിട്ടുള്ള, അതായത് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏത് പരീക്ഷയും ഈസി അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. അതിൽ പോയിട്രി ഉണ്ട്, ഡ്രാമ, പ്രോസ്, ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം തിയറി, അതുപോലെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്, പിന്നെ അതേപോലെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. ഇതിൽ എയ്സിൽ ഒരുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന സിലബസ് നമ്മൾ ടൈമിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണ്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓഫർ ചെയ്യുക. അതിനോടൊപ്പം എയ്സിന് ഒരു പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ HSAക്ക് കുറേ അധികം പേർ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റാതെ വന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. വിഷമിക്കേണ്ട, നമ്മൾ ഓരോ തോൽവിയും വിജയത്തിനുള്ള ചവിട്ടുപടിയായിട്ട് എടുക്കാം. കഴിഞ്ഞ തവണ പറ്റിയ എന്തൊക്കെയാണ് പോരായ്മകൾ അത് നികത്താൻ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പൊടിതട്ടി എടുക്കുന്നതിനോടൊപ്പം എയ്സ് നിങ്ങൾക്ക് സഹായിക്കുന്നത് മറ്റൊരു രീതിയിൽ കൂടെയാണ്. നിങ്ങൾക്ക് ഇവിടെ നല്ല സജ്ജീകരിച്ച ലൈബ്രറി ഉണ്ട്. ഒപ്പം ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിലൊക്കെ ഉപരി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി, മനസ്സിന് താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടി മെൻറ്റേഴ്സ്, പേഴ്സണൽ മെൻറ്റേഴ്സിനെ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതുകൂടെ മനസ്സിൽ വെക്കുക. PSC പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് എയ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് PSC മാതൃകയിൽ തന്നെയുള്ള OMR പരീക്ഷകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ കാണാം കഴിഞ്ഞ പരീക്ഷയിൽ വിജയിച്ചവർ ലിസ്റ്റിൽ കയറിയിട്ടുള്ളവരുടെ ഫോട്ടോസ് ഇവിടെ കാണാം. ഒരു സംശയമില്ല, നിങ്ങൾ മനസ്സ് വെച്ചാൽ നാളെ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ ഉണ്ടാവും. പിന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ജൂലൈ 21-നാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ ഒരു വിഷമവും വിചാരിക്കേണ്ട, നമ്മളൊപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ കൂടെ കൊടുക്കുന്നതാണ്. നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ തയ്യാറാവാൻ തുടങ്ങിക്കോളൂ. സിലബസ് നിങ്ങൾ കണ്ടതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച പോയംസും അതേപോലെ നോവൽസും ഒക്കെയാണ് അതിൽ കൂടെ ഇപ്പം തന്നെ സഞ്ചരിച്ച് തുടങ്ങുക. ജൂലൈ 21 എന്ന ഡേറ്റ് മറക്കാതിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ എ ബ്രൈറ്റ് കരിയർ. താങ്ക് യു.